നേമത്ത് ആർക്കും അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ വി ശിവൻകുട്ടി. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഉടൻ സ്ഥാനാർത്ഥി തീരുമാനിക്കുമെന്നും ശിവൻകുട്ടി പറയും. ചെറിയ പെരുന്നാളിൽ പള്ളികളിൽ കയറിയാണ് സ്ഥാനാർത്ഥിമാർ വോട്ട് തേടുന്നത്. ഇന്നിപ്പോൾ മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ LDF സ്ഥാനാർത്ഥി, നേമത്തിന്റെ LDF സ്ഥാനാർത്ഥിയും മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടിയുണ്ട്. അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയതാണ്. ഇന്ന് ചെറിയ പെരുന്നാളാണ്, വോട്ട് അഭ്യർത്ഥിച്ചെത്തിയത് തന്നെയാണോ പള്ളിയിൽ? ചെറിയ പെരുന്നാളിന് പുണ്യമാസത്തിന്റെ വ്രതമെടുക്കുന്നതിന്റെ അവസാന ദിവസമായിരുന്നല്ലോ. എല്ലാ സഹോദരങ്ങളെയും നേരിക്കാണുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പള്ളികളിലും, നിയമമണ്ഡലത്തിലുള്ള എല്ലാ പള്ളികളിലും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അവരുടെ ഐക്യദാർഢ്യം വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള ഐക്യദാർഢ്യം തിരിച്ചു കിട്ടുന്നുണ്ട്. നേമത്തിപ്പോൾ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. 3 സ്ഥാനാർത്ഥിമാരും എത്തി. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നേമത്ത് അവർ ആദ്യം അക്കൗണ്ട് തുറന്ന BJPയുടെ സീറ്റ് വീണ്ടും അത് അക്കൗണ്ടിലൂടെ കൊണ്ടുവരുമെന്നുള്ളതാണ്. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഒരു മറുപടി പറയാം, നിയമം എന്നോടൊപ്പമാണ്, അതിനൊരു സംശയമുണ്ട്. ഓക്കെ, എത്രമാത്രം വിജയപ്രതീക്ഷയെന്ന് നമുക്കറിയാം. കാരണം അത്രത്തോളം വികസനമാണ് നേമത്തുമൊപ്പം സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിലും അങ്ങ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒപ്പം ശബരിനാഥ് കൂടിയാണ് ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ LDFന് ഒരു സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? അതെല്ലാം 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി എല്ലാം തീരുമാനം ഉണ്ടാവും. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ഇറങ്ങിയപ്പോൾ ഇന്ന് രാവിലെ പള്ളികളിൽ പോയപ്പോഴും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന സ്നേഹവും പരിഗണനയും എനിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി. നേമത്ത് വിജയിക്കും എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖറിന് മറുപടി പറയാൻ താനില്ല. ഒപ്പം സെൻട്രൽ മണ്ഡലത്തിൽ 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി തീരുമാനിക്കുമെന്നും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.